ഓം നമോ നാരായണായ. ജീവാത്മാവ്, പരമാത്മാവ് എന്നിവ പര്യായങ്ങളാണ്. ഇക്കാര്യം വ്യക്തമായി ഉറപ്പിച്ചതിനു ശേഷം പരമാത്മാവിനെ സംബന്ധിക്കുന്ന വിജ്ഞാനം നേടുന്നതിനുള്ള ഉപാധികൾ വിവരിക്കുന്നു. ദേഹാഭിമാനം, ഡംഭം മുതലായവ വെടിയുക. അന്യരുടെ ആക്ഷേപങ്ങൾ സഹിച്ച് സമബുദ്ധി പാലിക്കുക. മനസ്സ്, വാക്ക്, ദേഹം ഇവയുടെ സംയമം ശീലിക്കുക. വിഷയങ്ങളിൽ ആശയില്ലാതിരിക്കുക. ജനന ജരാമരണങ്ങളെപ്പറ്റി ചിന്തിക്കുക. പുത്രൻ, ഭാര്യ, ധനം മുതലായവയിൽ സ്നേഹമില്ലായ്മ, വിജനവും ശുദ്ധവുമായ സ്ഥലത്ത് വസിക്കുക. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ. കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ. മാനവും ഡംഭം, ഹിംസ, വക്രത്വം, കാമം, ക്രോധം മനസ്സെ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലെ കളഞ്ഞനുദീനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മനസ വചനദേഹങ്ങളെ യടക്കി തൻ മനസ്സെ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമ രാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്തശുദ്ധസ്ഥലേ വസിക്കണം.